നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തിയവർക്കെതിരെ പുരാവസ്തു വകുപ്പിന്റെ പരാതിയിലും കേസ്. കോട്ടയിലുണ്ടായ തീപിടുത്തത്തിൽ അന്വേഷണം ഊർജിതം. കുമ്പള ആരിക്കാടി കോട്ടയിലെ നിധിവേട്ട. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF പ്രതിഷേധം. കാസർഗോഡ് ഗസ്റ്റ് ഹൌസിൽ വനിതാ കമ്മീഷൻ ജില്ലാതല സിറ്റിംഗ് നടന്നു. വിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം. അശ്വമേധം ഭവന സന്ദർശന പരിപാടിയുടെ 6ാം ഘട്ടത്തിന് വ്യാഴാഴ്ച ജില്ലയിൽ തുടക്കമാകും. CPIM ജില്ലാ സമ്മേളനം. സീതാംകോടിയിൽ വർഗീയ വിപത്ത്, പ്രീണനം, പ്രതിരോധം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. NCPS വടക്കൻ മേഖലാ പ്രവർത്തക കൺവെൻഷൻ കാസർഗോഡ് നടന്നു. വർഗീയവാദികളുമായി കൂട്ടുചേരാൻ ഇടതുമുന്നണിയോ ഇന്ത്യ സഖ്യമോ വിടാൻ NCPSനെ കിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. വാർത്തകൾ വിശദമായി. ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തിയതിനിടെ പിടിയിലായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർക്കെതിരെ പുരാവസ്തു വകുപ്പ് നൽകിയ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുത്തു. കോട്ടയിൽ അതിക്രമിച്ചു കയറി ഖനന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന പരാതിയിലാണ് കേസ്. ഇതിനിടെ കോട്ടയിൽ പരിസരത്തുണ്ടായ തീപിടുത്തത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി മനഃപൂർവ്വം തീയിട്ടതാണെന്ന ആരോപണമാണ് ഉയരുന്നത്. ആരിക്കാടി കോട്ട സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കോട്ടയായതിനാൽ നിധി കുഴിച്ചെടുക്കുവാനായി നടന്ന ശ്രമത്തിൽ 5 പേരെ പിടികൂടിയ വിവരമറിഞ്ഞ് പുരാവസ്തു ഗവേഷകർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. കോഴിക്കോട്ട് നിന്നുള്ള സംഘമാണ് കഴിഞ്ഞ ദിവസം കോട്ട സന്ദർശിച്ചത്. തുടർന്ന് അധികൃതർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംരക്ഷിത മേഖലയിലെ അതിക്രമം ചൂണ്ടിക്കാട്ടിയാണ് കുമ്പള പോലീസിൽ പരാതി നൽകിയത്. ഇതോടെ കോട്ടയിൽ അതിക്രമിച്ച് കയറി ഖനന പ്രവർത്തനങ്ങൾ നടത്തിയതിനു കൂടി മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ, മുഹമ്മദ് ഫിറോസ്, മുഹമ്മദ് ജാഫർ, CA അജാസ്, K. സഹദുദ്ദീൻ എന്നിവർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു. നേരത്തെ പ്രതികൾക്കെതിരെ BNSS 170 വകുപ്പ് പ്രകാരമായിരുന്നു കേസെടുത്തിരുന്നത്. ഇതിന് പിന്നാലെയാണ് പുരാവസ്തു വകുപ്പിന്റെ പരാതിയിൽ പുതിയ കേസുകൂടി എടുത്തിരിക്കുന്നത്. ഇതിനിടെ കോട്ടയിലുണ്ടായ തീപിടുത്തത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് കോട്ടയിൽ വലിയ രീതിയിലുള്ള തീപിടുത്തമുണ്ടായത്. ഉപ്പളയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തെളിവ് നശിപ്പിക്കുവാനായി ബോധപൂർവം തീയിട്ടതാണെന്ന് സംശയിക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ആരിക്കാടി കോട്ടയിലെ നിധിവേട്ട. പിടിയിലായ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF മാർച്ച് നടത്തി. മാർച്ച് INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം ഉദ്ഘാടനം ചെയ്തു. പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള കുമ്പള ആരിക്കാടി കോട്ടയിൽ അതിക്രമിച്ചു കയറി നിധി കുഴിച്ചെടുക്കുവാൻ ശ്രമം നടത്തി അറസ്റ്റിലായ മുസ്ലിം ലീഗ് നേതാവും മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ മുജീബ് കമ്പാറിന്റെ രാജി ആവശ്യപ്പെട്ട് LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കാര്യാലയത്തിലേക്കായിരുന്നു മാർച്ച് നടത്തിയത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ സ്വത്താണ്, ഗവൺമെൻറ്റിൻ്റെ ധനമാണ്. അങ്ങനെ അവിടെ നിധി ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെതാണ്. അത് കവർന്നെടുക്കാനാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള കൊള്ളസംഘം ഈ കോട്ടയിനകത്ത് കയറി അത് കവർന്നെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. LDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പോസ്റ്റ് മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി റഫീഖ് കുന്നിൽ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ TMA കരീം, MK രവീന്ദ്രൻ, K. കുഞ്ഞിരാമൻ, S. റൌഫ്, ഖലീൽ ഏരിയാൽ, ഷുക്കൂർ ഏരിയാൽ, ഹനീഫ് കടപ്പുറം, സഫീർ ഗുൽസാർ, K. ഇന്ദിര, AP റഫീഖ്, M. സിറാജ്, KM റിയാസ്, അഫീദ് കടവത്ത്, അസർ പെരിയടുക്ക എന്നിവർ സംസാരിച്ചു. ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുന്ന വൈസ് പ്രസിഡന്റ്, ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി കൈകാര്യം ചെയ്യുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇത്തരം കൊള്ള
സംഘത്തിന് കൂട്ടുനിൽക്കുന്നത്, കൊള്ളസംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് വളരെ ലജ്ജാകരമായ കാര്യമാണ്. അദ്ദേഹം ധാർമ്മികത ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അദ്ദേഹം രാജിവെച്ച് പോകേണ്ടതാണ്. ഈ പഞ്ചായത്ത്, ഈ മോരാപുത്തൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ. അഴിമതിയായി അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ തന്നെ പല അഴിമതി ആരോപണങ്ങളും മറ്റും ഉണ്ട്. പക്ഷേ ഇത് കയ്യോടെ ഈ പോലീസ് നാട്ടുകാരും പിടിക്കുന്ന ഒരു സ്ഥിതി ആണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കിത്രയേ ഉള്ളൂ, ഇത്തരം കള്ളന്മാർ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ആവശ്യമില്ല. അവർ രാജിവെച്ച് പോകണം. രാജിവെച്ച് പോകുന്നവരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് മോഗ്രാപുത്തൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഗസ്റ്റ് ഹൌസിൽ വനിതാ കമ്മീഷൻ ജില്ലാതല സിറ്റിംഗ് നടന്നു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിശയുടെ നേതൃത്വത്തിൽ നടന്ന സിറ്റിംഗിൽ 7 പരാതികൾ തീർപ്പാക്കി. 32 പരാതികളായിരുന്നു പരിഗണിച്ചത്. വിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിശ പറഞ്ഞു. കാസർഗോഡ് സിറ്റിംഗിൽ ടോട്ടൽ 32 കേസാണ് കമ്മീഷന്റെ മുന്നിൽ ഇന്ന് വന്നിട്ടുള്ളത്. അതിൽ 7 കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു കേസ് ജാഗ്രതാ സമിതിക്ക് വിട്ടിട്ടുണ്ട്, ഒരു കേസ് DLSAക്ക് വിട്ടിട്ടുണ്ട്, ഒരു കേസ് TLSA. 25 കേസ് അടുത്ത സിറ്റിങ്ങിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. വിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണം. കാരണം എന്ന് വെച്ചാൽ മതപരമായിട്ടും ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന വ്യാജേന സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും സ്ത്രീകളെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ചൂഷണം ചെയ്യാനുള്ള വഴിയായി ചിലർ കാണുന്നു. വീട്ടിലെ അനർത്ഥങ്ങൾക്ക് കാരണം പോലും വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീയാണെന്ന രീതിയിൽ ചിന്തിക്കുന്ന ഭർത്ത വീട്ടുകാർ ഇപ്പോഴുമുണ്ട്. വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഫോണിലൂടെ ഭാര്യയെ മൊഴി ചൊല്ലുന്ന അവസ്ഥ ഈ കാലഘട്ടത്തിലും ഉണ്ടാകുന്നു എന്നത് ഏറെ വേദനാജനകമാണ്. ഇന്നിപ്പം കാസർഗോഡ് സിറ്റിങ്ങിൽ അത്തരത്തിലുള്ള ഒരു കേസ് വന്നത്, ഭർത്താവ് പറയുന്നത് ഞാൻ തലാക്ക് ചൊല്ലിയിട്ടുണ്ട് എന്നാണ്, ഭാര്യ തലാക്ക് ചൊല്ലിയത് പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് ഇന്നത്തെ ഒരു പരാതിയിൽ ഉണ്ടായിട്ടുള്ളത്. വിദ്യാസമ്പന്നരായ സ്ത്രീകൾ പോലും ഇത്തരം ചതിയിൽ പ്രതികരിക്കാതിരിക്കുന്നത് അവസ്ഥ കൂടി വരികയാണ്. അതോടൊപ്പം നിലനിൽക്കുന്ന നിയമപരമായ പരിരക്ഷ എന്താണെന്നും വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ പോലും മനസ്സിലാക്കുന്നില്ല. നമുക്ക് നിയമപരമായിട്ടുള്ള ഒട്ടനവധി പരിരക്ഷകളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു തലാഖൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിയമപരമായിട്ടുള്ള അറിവ് നമ്മളെപ്പോഴും നമ്മുടെ സ്ത്രീകൾക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി സാമൂഹ്യ ബോധവൽക്കരണം ശക്തമായ രീതിയിൽ വനിതാ കമ്മീഷൻ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ആരോഗ്യവകുപ്പ് അശ്വമേധം എന്ന പേരിൽ നടത്തുന്ന ഭവന സന്ദർശന പരിപാടിയുടെ 6ാം ഘട്ടത്തിന് വ്യാഴാഴ്ച ജില്ലയിൽ തുടക്കമാകും. പാടുകൾ നോക്കാം, ആരോഗ്യം കാക്കാം എന്ന സന്ദേശവുമായാണ് ക്യാമ്പയിൻ നടത്തുന്നതെന്ന് ഡെപ്യൂട്ടി DMAയും ജില്ലാ റെപ്രസീവ് ഓഫീസറുമായ ഡോക്ടർ സന്തോഷ് കപ്പച്ചേരി കളക്ടറേറ്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുഷ്ഠരോഗം വീണ്ടും തിരിച്ചുവരുന്നതായുള്ള റിപ്പോർട്ടുകൾ ശക്തമായിക്കൊണ്ടിരിക്കെയാണ് അശ്വമേധം എന്ന പേരിൽ നടത്തുന്ന ഭവന സന്ദർശന പരിപാടിയുടെ 6ാം ഘട്ടത്തിന് ജില്ലയിൽ തുടക്കമാകുന്നത്. ജില്ലയിലെ മുഴുവൻ വീടുകളും ആരോഗ്യപ്രവർത്തകർ സന്ദർശനം നടത്തി കുഷ്ഠരോഗത്തിന് സമാനമായ ലക്ഷണമുള്ള ആളുകളെ കണ്ടുപിടിക്കുകയും അവരെ രോഗനിർണയത്തിനായി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനുള്ള ഉപദേശങ്ങൾ നൽകുകയും ചെയ്യും. ചിട്ടയായ ഭവന സന്ദർശനവും ഗൃഹപരിശോധനയിലൂടെയും കണ്ടെത്തിയ രോഗികൾക്ക് തുടർ ചികിത്സയും ഉറപ്പുവരുത്തുന്നതാണ്. ഭവന സന്ദർശനം സുഗമമായി നടത്തുന്നതിൻ്റെ ഭാഗമായി 2722 വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി നിയോഗിച്ചിട്ടുണ്ട്. MDTA ഏതവസ്ഥയിലും കുഷ്ഠരോഗം പരിപൂർണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുമെന്നും രോഗാണുസാന്ദ്രത കുറഞ്ഞ കേസുകൾക്ക് 6 മാസത്തെ ചികിത്സയും കൂടിയ കേസുകൾക്ക് 12 മാസത്തെ ചികിത്സയും എടുക്കണമെന്നും കുഷ്ഠരോഗത്തിനുള്ള ചികിത്സ എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായി ലഭ്യമാണെന്നും ഡോക്ടർ സന്തോഷ് കപ്പച്ചേരി അറിയിച്ചു. നമുക്കിതിൻ്റെ ചികിത്സ പൂർണ്ണമാണ്, ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റിയൊക്കെ നമുക്കുണ്ട്, സപ്പോർട്ടീവ് കെയറൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണുള്ളത്. പിന്നെ 1 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് ചികിത്സാ കാലയളവിൽ സംസ്ഥാന സർക്കാരിൻ്റെ വകയായിട്ട് സാമ്പത്തിക സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മാസം 1000 രൂപ എന്ന നിലയിൽ. ഇതിൻ്റെ ഉദ്ഘാടനം നമ്മൾ നടക്കാൻ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രി നഗറാണ്, മാനടുക്കം, നമ്മുടെ കുറ്റിക്കോൾ ഗ്രാമപഞ്ചായത്തിൽ ശാസ്ത്രി നഗറിൽ കോളനിയിലാണ് നമ്മുടെ ഉദ്ഘാടനം. 30-ാം തീയതി വൈകുന്നേരമാണ് ഉദ്ഘാടനം. ജില്ലാ മാസ് മീഡിയ ഓഫീസർ PK കൃഷ്ണദാസ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മധുസൂദനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സീതാംകോളയിൽ വർഗീയ വിപത്ത് പ്രീണനം പ്രതിരോധം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ മന്ത്രി ഡോക്ടർ KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. കേരളം ഇതിനു മുൻപ് കാണാത്ത വിധം വികസനം യാഥാർത്ഥ്യമാക്കിയത് പിണറായി വിജയൻ സർക്കാരെന്ന് KT ജലീൽ MLA പറഞ്ഞു. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വർഗീയ വിപത്ത് പ്രീണനം പ്രതിരോധം എന്ന വിഷയത്തിൽ സീതാംകോളയിൽ സംഘടിപ്പിച്ച സെമിനാർ മുൻ മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. കേരളം ഇതിനു മുൻപ് കാണാത്ത വിധം വികസനം യാഥാർത്ഥ്യമാക്കിയത് പിണറായി വിജയൻ സർക്കാരെന്ന് KT ജലീൽ MLA പറഞ്ഞു. സഖാവ് പിണറായി വിജയനാണ് ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അന്ധകൻ. RSSനും BJPക്കും സ്വാധീനമുള്ള ഹിന്ദു കുടുംബ ഗ്രൂപ്പുകളിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണിത്. ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള SDPIക്കാർ അഡ്മിന്മാരായിട്ടുള്ള മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നിയന്ത്രിക്കുന്ന മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധർ, RSSനേക്കാൾ വലിയ മുസ്ലിം വിരുദ്ധർ കമ്മ്യൂണിസ്റ്റുകാരാണ്. നരേന്ദ്രമോദിയല്ല ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ ശത്രു. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. ബാലിശമായിട്ടുള്ള വാദങ്ങൾ അതിനുവേണ്ടി അവർ എഴുന്നള്ളിക്കുന്നു. ഏരിയ സെക്രട്ടറി CA സുബൈർ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ D സുബ്ബണ്ണ ആൾവ സ്വാഗതം പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P രഘുദേവൻ മാസ്റ്റർ, TMA കരീം, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജയന്തി, B ശോഭ, പുത്തികെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹക്കീം പുത്തികെ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സന്തോഷ് കുമാർ പള്ളം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വർഗീയവാദികളുമായി കൂട്ടുചേരാൻ ഇടതുമുന്നണിയോ ഇന്ത്യ സഖ്യമോ വിടാൻ NCPSനെ കിട്ടില്ലെന്ന് NCPS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. പാർട്ടിയുടെ വടക്കൻ മേഖലാ പ്രവർത്തക കൺവെൻഷൻ സുന്നി സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ മതരാഷ്ട്രമാക്കുവാനും ഭരണഘടന തകർക്കുവാനും BJP നേതൃത്വം പരിശ്രമിക്കുമ്പോൾ ഇടത് മതേതര ചേരിയുടെ ഒപ്പം നിന്ന് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം NCP നടത്തുമെന്നും അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു പറഞ്ഞു. തീവ്രവാദ സംഘടനകളെ ചുമലിലേറ്റി UDF ഉയർത്തുന്ന വെല്ലുവിളി ചെറുക്കുവാൻ LDF സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്കെത്തിക്കുവാൻ രംഗത്തിറങ്ങുമെന്നും വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തി തെളിയിക്കുമെന്നും PM സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. ഈ സംഘടന, ആ സംഘടനയുടെ ചുമതലക്കാരായി നിൽക്കുന്ന നിങ്ങളും ഞാനും ഏത് രൂപത്തിൽ ഇതിനെ പുഷ്ടിപ്പെടുത്തണം, ആ പുഷ്ടിപ്പെടുത്തുന്നതിനാവശ്യമായ രാഷ്ട്രീയം നിങ്ങൾ എങ്ങനെ ഉണ്ടാകണം, അതാണ് പ്രധാനപ്പെട്ട ഒരു ചർച്ച. കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രാജു കൊയ്യൻ, ജനറൽ സെക്രട്ടറിമാരായ T നാരായണൻ, ഉദിനൂർ സുകുമാരൻ, ദാമോദരൻ ബെള്ളികെ, സിദ്ദിഖ് കൈക്കമ്പ, AT വിജയൻ, ലിജോ സെബാസ്റ്റ്യൻ, ഉബൈദുള്ള കടവത്ത്, ഖദീജ മുഖ്രാൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുബൈർ പടുപ്പ് സ്വാഗതവും ഹമീദ് ചേരങ്കൈ നന്ദിയും പറഞ്ഞു. പാർട്ടിയിൽ ചേർന്ന മുൻ ജില്ലാ ലോട്ടറി ഓഫീസർ സുമോൾ ജോർജിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM സുരേഷ് ബാബു ഷാളണിയിച്ച് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെങ്കള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടനീർ റേഷൻ ഷോപ്പിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. റേഷൻ ഷോപ്പുകളിൽ ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കാത്ത സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. റേഷൻ ഷോപ്പുകളിൽ ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കാത്ത സർക്കാർ അനാസ്ഥയ്ക്കെതിരെ ചെങ്കള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടനീർ റേഷൻ ഷോപ്പിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ സമരം ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ UDFന്റെ കാലഘട്ടങ്ങളിൽ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്, റേഷൻ ഷോപ്പ് ഉടമകളെ കൊണ്ട് അവർക്ക് പ്രയാസമില്ലാതെ, ജനങ്ങൾക്ക് പ്രയാസമില്ലാതെ ഈ പൊതുവിതരണ കേന്ദ്രത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ജനങ്ങൾക്ക് വേണ്ടി പൊതുവിതരണ കേന്ദ്രത്തെ പ്രവർത്തിക്കുവാൻ ഈ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. കേരളം ഭരിക്കുന്നത് ജനങ്ങൾക്കെതിരായി പാവപ്പെട്ട ജനങ്ങളെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു സർക്കാരാ ഇന്ന് കേരളം ഭരിക്കുന്നത്.
മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ കെ കുഞ്ഞികൃഷ്ണൻ നായർ, എം പുരുഷോത്തമൻ നായർ, ബി ഇസ്മായിൽ, മഹിളാ കോൺഗ്രസ് നേതാവ് ഇ ശാന്താകുമാരി ടീച്ചർ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഖാൻ പൈക്ക, ഷാഫി ചൂരിപ്പള്ളം, വസന്ത അജക്കോട്, രാജേന്ദ്രൻ നായർ, ശ്രീധരൻ അദ്രിക്കുഴി, മണ്ഡലം ഭാരവാഹികളായ ഇ വിനോദ് കുമാർ, സലീം എടനീർ, രാധാകൃഷ്ണ നായിക്, നാസർ കാട്ടുകൊച്ചി, ഉത്തേഷ് കുമാർ, സുനിത, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കമ്പാർ ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ ബ്രഹ്മ കുംഭാഭിഷേകവും ജടാധാരി പരിവാര സാന്നിധ്യത്തിന്റെ പുനഃപ്രതിഷ്ഠാ ഉത്സവത്തിനും ഭക്തിനിർഭരമായ തുടക്കം. ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നാടൊന്നാകെ അണിചേർന്നപ്പോൾ അത് ഭക്തിയുടെ നിറക്കാഴ്ചയായി. മുത്തുകുടകളും ശിങ്കാരിമേളവുമെല്ലാം ഘോഷയാത്രയെ മനോഹരമാക്കി. കമ്പാർ ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ ബ്രഹ്മ കുംഭാഭിഷേകത്തിനും ജടാധാരി പരിവാര സാന്നിധ്യത്തിൻ്റെ പുനഃപ്രതിഷ്ഠാ ഉത്സവത്തിനും ഭക്തിസാന്ദ്രമായ തുടക്കം. ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറക്കാഴ്ചകളൊരുക്കി നടന്നു. പെർമുദെ ശ്രീ ദുർഗാ പരമേശ്വരി ഭജനാ മന്ദിരത്തിൽ നിന്നുമായിരുന്നു ഘോഷയാത്ര ആരംഭിച്ചത്. ശിങ്കാരിമേളവും മുത്തുക്കുടയുമെല്ലാം ഘോഷയാത്രയ്ക്ക് അഴകേകി. കുളാൽ ബാഡൂർ പ്രദേശവാസികളും വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. പെർമുദെ സെന്റ് ലോറൻസ് ചർച്ചിൽ നിന്നും ക്ഷേത്ര കലവറയിലേക്ക് വിഭവങ്ങൾ നൽകിയത് മതസൗഹാർദ്ദത്തിൻ്റെ മനോഹര കാഴ്ചയായി മാറി. ഉത്സവത്തിൻ്റെ ആദ്യദിനം ക്ഷേത്രത്തിൽ വിവിധ പൂജാചടങ്ങുകൾ നടന്നു. ക്ഷേത്ര തന്ത്രിവര്യൻ ബ്രഹ്മശ്രീ ഉച്ചിലത്തായ പത്മനാഭ തന്ത്രികളുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിവിധ വൈദിക ചടങ്ങുകളും ധാർമ്മിക സാംസ്കാരിക പരിപാടികളും നടക്കും. ഫെബ്രുവരി 2 ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2 ദിവസങ്ങളായി നടക്കുന്ന ദേശീയ ടെക്നിക്കൽ ഫെസ്റ്റിന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ തുടക്കമായി. സാങ്കേതിക ഉപകരണങ്ങളും പ്രൊജക്ടുകളും പരിചയപ്പെടുത്തുന്ന ടെക്നോവ 25 ടെക്നിക്കൽ ഫെസ്റ്റിവൽ സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ JS സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പോളിടെക്നിക് കോളേജുകളിലെയും ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള സാങ്കേതിക സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികളുടെ പ്രൊജക്ടുകൾ തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന ടെക്നിക്കൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ വിഭാഗങ്ങളിലെ മത്സര വിജയികൾക്ക് 1 ലക്ഷം രൂപ പ്രൈസ് മണി നൽകുന്നുമുണ്ട്. പോളിയിലെ 3 നിലകളിലായി വിദ്യാർത്ഥികൾ ഒരുക്കിയിട്ടുള്ള ടെക് ഫെസ്റ്റിവലിൽ പുതിയ സാങ്കേതിക വിദ്യകളും പ്രൊജക്ടുകളും കാഴ്ചക്കാരിൽ കൗതുകം സൃഷ്ടിക്കുന്നുണ്ട്. ടെക്നോവ 2025 ടെക്നിക്കൽ ഫെസ്റ്റിവൽ സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ JS സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ വെക്കുന്ന എക്സിബിഷനിൽ വെക്കുന്ന മോഡലുകൾ നമുക്ക് സമൂഹത്തിന് പ്രയോജനമുള്ളതായിരിക്കണം. അല്ലാതെ ചർവണങ്ങളായ ഓൾറെഡി ഈ പഴയ മീനെടുത്ത് പുതിയ കുപ്പിയിൽ ഒഴിക്കുന്ന പോലെ കുറേ നാൾ ഓടിച്ചു വച്ചിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും കാണിച്ചിട്ട് കാര്യമില്ല. ഇന്നോവേഷൻ വേണം, പുതുമയാണ്. പുതുമയില്ലെങ്കിൽ എക്സിബിഷന് ലാഭം ഉണ്ടാവില്ല, മെച്ചമുണ്ടാവില്ല. ഇപ്പോൾ കുട്ടികൾ പുതിയ രീതിയിൽ ചിന്തിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷൻ KSCO നമുക്ക് പുതിയ ഇന്നോവേഷനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഭാഗ്യശ്രീ ദേവി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KV രാധ, സംഘാടക സമിതി ജനറൽ കൺവീനർ TK വിജിത്ത്, പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് പ്രിൻസിപ്പാൾ AK പാർവതി, പ്രോഗ്രാം കൺവീനർ K വിനോദ്, PTA വൈസ് പ്രസിഡന്റ് T ജനാർദ്ദനൻ, U രാജേഷ്, PK ഹാജറ ബേബി, AP ഹൃദ്യ, NP സൈനുദ്ദീൻ, N ജിലീഷ്, K അഭിനവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വീടുകളുടെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയേണ്ടി വരുന്നവർ ഒരിടത്ത് ചേരാൻ അവസരമൊരുങ്ങിയപ്പോൾ സങ്കടങ്ങൾ മാറ്റിവെച്ച് ആഹ്ലാദങ്ങളിൽ പങ്കുചേർന്ന് പാലിയേറ്റീവ് രോഗികളും ബന്ധുക്കളും. ചെറുവത്തൂർ യൂണിറ്റി കൈതക്കാട് നോ പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വത്തിലാണ് കിടപ്പ് രോഗികളെയും കുടുംബാംഗങ്ങളെയും ഒരു പകൽ ഒരുമിച്ച് ചേർത്തത്. ഷറഫ് കോളേജിന്റെ കൈതക്കാട് ക്യാമ്പസിൽ നടന്ന രോഗി ബന്ധു സംഗമം പാട്ടുകൾ പാടിയും സൗഹൃദങ്ങൾ പങ്കുവച്ചും പ്രൊഫഷണൽ ഗായകർക്കൊപ്പം ചുവടുവച്ചും ഇഷ്ടമുള്ള ആഹാരം കഴിച്ചും ഏവർക്കും മറക്കാനാവാത്ത ദിനമായി മാറി. ചെറുവത്തൂരിലെയും പരിസരത്തെ 5 തദ്ദേശ സ്ഥാപന പരിധിയിലെയും 150 കിടപ്പ് രോഗികൾ ഉൾപ്പെടെ 800-ൽ പരം പേർ സംഗമത്തിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങത്ത് രോഗി ബന്ധു സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ യൂണിറ്റിയുടെ ഭാരവാഹികൾക്ക്, അതിൻ്റെ മറ്റ് പ്രവർത്തകർക്ക്, മറ്റെല്ലാവർക്കും ഞാൻ വളരെയധികം ഹൃദയം നിറഞ്ഞ ഒരു നന്ദി ഞാൻ ആദ്യമേ അർപ്പിക്കുകയാണ്. കാരണം
നിങ്ങൾ ഇവരെ എല്ലാം ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് ആണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് നന്മ അവസാനിച്ചു പോകുന്നു, അല്ലെങ്കിൽ നന്മ കെട്ടുപോകുന്നു എന്ന് പറയുമ്പോഴും അങ്ങനെ നന്മ കെട്ടുപോയിട്ടില്ല എന്നും നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും കൂടെ നിർത്തേണ്ടതാണ് എന്നുള്ളൊരു സന്ദേശം നൽകുന്ന ഈ പരിപാടി അത്രയേറെ അർത്ഥപൂർണമായി ഞാൻ കാണുകയാണ്. പ്രോഗ്രാം ചെയർമാൻ TKC അബ്ദുൽ ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള മുഖ്യാതിഥിയായിരുന്നു. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായ അമർഷാൻ തലശ്ശേരി, ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, വെള്ളരിക്കുണ്ട് പോലീസ് ഇൻസ്പെക്ടർ T മുകുന്ദൻ, ഡോക്ടർ TP മുഹമ്മദ് ഹാരിസ് ഹാജി, അഷ്റഫ് അലി ബഷീർ അഹമ്മദ് ഹുബ്ലി, ഡോക്ടർ AM ഖാൻ, AG അക്ബർ, SV അബ്ദുൽ കരീം ഹാജി, EKC ആരിഫ്, കൃഷ്ണൻ പത്താനത്ത്, M അനിത എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് രോഗികൾക്ക് യൂണിറ്റി പ്രസിഡന്റ് C ഷംസുദ്ദീൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അഷ്റഫ് പയ്യന്നൂർ, ആദിൽ അത്തു എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നൊരുക്കി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഇന്ത്യ പോളിടെക്നിക് കോളേജ് നോർത്ത് സോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഉദുനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ തുടങ്ങി. ആദ്യ ദിനം കാസർഗോഡ് പെരിയ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടീമുകൾ സെമി ഫൈനലിൽ കടന്നു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 10 പോളിടെക്നിക് കോളേജ് ടീമുകൾ മാറ്റുരയ്ക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഉദുനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ PV ലീന ഉദ്ഘാടനം ചെയ്തു. പോളിടെക്നിക് ഗെയിംസ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം KP അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. നോർത്ത് സോൺ കൺവീനർ TP യുഗേഷ്, P മോഹനൻ, യദു R ഗോവിന്ദ്, KC സുഭാഷ് എന്നിവർ സംസാരിച്ചു. ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ വ്യാഴാഴ്ച രാവിലെയും ഫൈനൽ മത്സരം വൈകുന്നേരവും നടക്കും. നോർത്ത് സോൺ മത്സരത്തിൽ 1-2 സ്ഥാനക്കാർ ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ബന്തെടുക്ക ഏണിയാടി ഉറൂസ് ജനുവരി 30 മുതൽ ഫെബ്രുവരി 6 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബന്തെടുക്ക ഏണിയാടി ഉറൂസും മതപ്രഭാഷണ പരമ്പരയും ജനുവരി 30 മുതൽ ഫെബ്രുവരി 6 വരെ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10:30 സ്വാഗത സംഘം ചെയർമാൻ MA മുഹമ്മദ് റഫീഖ് പതാക ഉയർത്തും. മർക്കസ് ഡയറക്ടർ C മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. 7 ദിവസത്തെ മതപ്രഭാഷണ പരമ്പരയോടെ നടക്കുന്ന ഉറൂസ് 6-ന് ആത്മീയ സംഗമത്തിന് ശേഷം അന്നദാനത്തോടെ സമാപിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഏറ്റവും വലിയ സൗഹാർദ്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സന്ദേശം കൈമാറുകയാണ് ഈ പരിപാടിയിലൂടെ. വ്യത്യസ്തമായ 7 ദിവസങ്ങളിൽ കേരളത്തിലും പരിസര നാടുകളിലുള്ള ഒരുപാട് ഉന്നതരായ പ്രഭാഷകന്മാർ വരികയും നാട്ടിനും സമൂഹത്തിനും ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന അതിമഹത്തായ പരിപാടിയാണ് ഉറൂസ് മുബാറക്ക് എന്ന് പറയുന്നത്. ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ അസീസ് നഈമി, ജനറൽ സെക്രട്ടറി അബ്ദുൽ മജീദ്, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ MA റഫീഖ്, ജനറൽ കൺവീനർ BA മുഹമ്മദ് ഹനീഫ്, ഉസ്മാൻ വളപ്പിൽ, ബഷീർ ഏണിയാടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പള സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ സുന്നി ആദർശ മുഖാമുഖം വെള്ളിയാഴ്ച ഉപ്പള മണ്ണൻകുഴിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 5 മണിക്ക് അബുൽ അക്രം MA മുഹമ്മദ് ബാഘവിയുടെ അധ്യക്ഷതയിൽ തൃക്കരിപ്പൂർ മുഹമ്മദ് അലി സഖാഫി പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുഫ്തി ബദറുദ്ദീൻ അഹമ്മദ് മിസ്ബാഹി കർണാടക പ്രഭാഷണം നടത്തും. അലവി സഖാഫി കൊളത്തൂർ ആദർശ മുഖാമുഖത്തിന് നേതൃത്വം നൽകുമെന്നും പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഉപ്പള സുന്നി കോർഡിനേഷൻ എന്ന പേരിൽ ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആദർശപരമായുള്ള ഒരു ഓപ്പൺ ഡിബേറ്റും കൂടിയാണ്. പ്രഗത്ഭ പണ്ഡിതനായ അലവി സഖാഫി കൊളത്തൂറാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഉപ്പളയിൽ സുന്നി വിഭാഗത്തിൽ തന്നെ അനഫി ഉറുദു സംസാരിക്കുന്ന അനഫി വിഭാഗമുള്ളതുകൊണ്ട് അവരെ പ്രതിനിധീകരിച്ച് കർണാടകയിലെ പ്രഗത്ഭ പ്രഭാഷകനായ ബദറുദ്ദീൻ അഹമ്മദ് മിസ്ബായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സയ്യിദ് യാസീൻ തങ്ങൾ, സിദ്ദിഖ് സഖാഫി ബായാർ, KM മുഹമ്മദ് ഹാജി, ഇബ്രാഹിം ഹാജി ബേക്കൂർ, മൊയ്തു ഹാജി CM എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പീഡന പരാതിയെ തുടർന്ന് CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്നും DYFI ബ്ലോക്ക് കമ്മിറ്റിയിൽ നിന്നും നടപടിക്ക് വിധേയനായ അധ്യാപകൻ സുജിത് കൊടക്കാടിനെ സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യവുമായി KSU യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉദനൂരിലെ എയ്ഡഡ് സ്കൂളിലേക്ക് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
ഉദിനൂർ രാജീവ് ഭവൻ പരിസരത്ത് നിന്നുമായിരുന്നു പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാർച്ചിൽ അണിനിരന്നു. സ്കൂൾ ഗേറ്റിൽ വെച്ച് ചന്ദേര SI KP സതീഷിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് പോലീസ് തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. KSU തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് AV വരുൺരാജ് അധ്യക്ഷത വഹിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ, വൈസ് പ്രസിഡന്റ് വിഷ്ണു കാട്ടുമാടം, യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് പ്രമീഷ് തൈക്കീൽ, പിലിക്കോട് മണ്ഡലം പ്രസിഡന്റ് V സുധീഷ്, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സുബീഷ് ഒളവറ, പ്രവാസി കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് പറമ്പൻ രവി, TV സുനിൽകുമാർ, KPV സജേഷ്, രാഹുൽ പൊതുവാൾ, MK സലാഹുദ്ദീൻ, KJ ദേവരാജ്, പ്രസാദ് ഈയക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്കൂൾ അധികൃതരുമായി സംഘടനാ ഭാരവാഹികൾ ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസമാണ് അധ്യാപകനെതിരെ CPM DYFI സംഘടനാതലത്തിൽ നടപടി കൈക്കൊണ്ടത്. അതേസമയം പെരുമാറ്റ ദൂഷ്യത്തിൻ്റെ പേരിൽ ദൃശ്യമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പേരുദോഷമുണ്ടാക്കുകയും രാഷ്ട്രീയ നേതൃത്വം അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്ത സ്കൂൾ അധ്യാപകനോട് വിശദീകരണം തേടുവാനും ദീർഘകാല അവധിയിൽ പോകുവാനും സ്കൂൾ മാനേജ്മെൻറ്റ് നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആശങ്ക സൃഷ്ടിച്ച വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രാഥമിക നടപടി കൈക്കൊണ്ടതെന്ന് ഉദിനൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി മാനേജർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നഗര സംഘചാലകായിരുന്ന ദിനേശ് കാസർഗോഡ് ഗവൺമെന്റ് ആശുപത്രിയിൽ ആരംഭിച്ച കഞ്ഞി ഭക്ഷണ വിതരണ പരിപാടി 14ാം വർഷത്തിലേക്ക് കടന്നു. ഇതിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ നഗരസഭാ കൗൺസിലർ വരപ്രസാദ് കോട്ടക്കണി മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡ് നഗര സംഘചാലകായിരുന്ന ദിനേശ് കാസർഗോഡ് ഗവൺമെന്റ് ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്ത കഞ്ഞി ഭക്ഷണ വിതരണ പരിപാടി 14ാം വർഷത്തിലേക്ക് കടന്നു. ഇതിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ നഗരസഭാ കൗൺസിലർ വരപ്രസാദ് കോട്ടക്കണി മുഖ്യപ്രഭാഷണം നടത്തി. ഒരു ദിവസം പോലും മുടക്കാതെയാണ് ഇത്തരത്തിലുള്ള കഞ്ഞിവെള്ളം. ഇവർ പറഞ്ഞ മാതിരിയാണ് ഞങ്ങൾക്ക് ആശുപത്രിയിൽ ആവശ്യമുള്ളത് കഞ്ഞിയാണ്, കഞ്ഞിവെള്ളമാണ്. അതേപോലെ ബിരിയാണി, മറ്റുള്ള പായസം അതൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളം ദിവസം ഒരു 100ഓളം രോഗികൾക്കാണ് വിതരണം ചെയ്യുന്നത്. 14 വർഷത്തിൽ നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള സേവനം ചെയ്യുന്ന കാസർഗോഡിൽ വേറെ ഒരു ആൾക്കാർ ഇല്ല എന്നാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സേവാഭാരതി വൈസ് പ്രസിഡന്റ് നാരായൺ കൊളക്ക് ബൈലു, അംഗങ്ങളായ രാജാനന്ദ അണങ്കൂർ, ഡയറ്റ് സ്കൂളിലെ റിട്ടയർഡ് അധ്യാപിക സുന്ദരി, റോസി, ആരാധ്യ എന്നിവർ സംബന്ധിച്ചു. സെക്രട്ടറി ഉമേഷ് രാംദാസ് നഗർ സ്വാഗതവും ട്രഷറർ മനീഷ് അടുക്കത്ത് ബയൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കർഷക സമരത്തിന്റെ നേരനുഭവങ്ങൾ പറഞ്ഞ് വിജു കൃഷ്ണൻ. സംവാദം ശ്രദ്ധേയമായി. വടക്കേ ഇന്ത്യയുടെ കാർഷിക ജീവിതത്തിന്റെ മിടിപ്പ് തൊട്ടറിഞ്ഞ് നാട്ടുകാർ വണ്ണാർ വയലിലെ P. കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിലെത്തിയ അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണനുമായുള്ള സംവാദം ഇന്ത്യൻ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കർഷകരുടെ ജീവിതത്തെക്കുറിച്ചുള്ള അനുഭവം പങ്കുവയ്ക്കൽ കൂടിയായി. കാർഷിക സമരങ്ങൾ നടന്ന കരിവെള്ളൂരിന്റെ പാരമ്പര്യം തനിക്ക് അക്കാദമിക് പഠനത്തിന് ശേഷം ജോലി ഉപേക്ഷിച്ച് കർഷകരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പ്രേരണയായെന്നും അദ്ദേഹം പറഞ്ഞു. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ലോങ് മാർച്ചിൽ പങ്കെടുത്ത കർഷകർക്ക് പലർക്കും ചെരുപ്പുകളില്ലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അത്രമേൽ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമാണ് കർഷകർക്കുള്ളത്. ഭൂപരിഷ്കരണം നടപ്പിൽ വരാത്തതാണ് വടക്കേ ഇന്ത്യയിൽ കർഷകരുടെ ദുരിത ജീവിതത്തിന് അടിസ്ഥാന കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോങ് മാർച്ച് വിജയമായിരുന്നുവെന്ന് വിജു കൃഷ്ണൻ പറഞ്ഞു. 3 പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു. എങ്കിലും ഇപ്പോഴത് മറ്റൊരു രൂപത്തിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും പോഷകാഹാരക്കുറവ് കൊണ്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്. കർഷകർക്ക് ഭൂമി ലഭിക്കുന്നതിനായുള്ള പോരാട്ടം ഇനിയും തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രന്ഥാലയ കമ്മിറ്റി പ്രസിഡന്റ് P. പത്മനാഭൻ അധ്യക്ഷനായി. മുൻ MLA K. കുഞ്ഞിരാമൻ, പഞ്ചായത്ത് അംഗം TV കരിയൻ, ഡോക്ടർ C. ബാലൻ, രമ രാമകൃഷ്ണൻ, അനിൽ പുളിക്കാൽ, മാടിക്കാൽ നാരായണൻ, EP ശ്രീധരൻ നമ്പ്യാർ, V. സുരേന്ദ്രൻ, കേളോത്ത് എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥാലയത്തിലെ പുസ്തകനിധിയിലേക്ക് അമേരിക്കൻ വ്യവസായി VV ജയൻ പയ്യന്നൂർ, A. വേലായുധൻ മടിക്കി എന്നിവർ പുസ്തകങ്ങൾ കൈമാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പച്ചക്കറി കൃഷിയിൽ പുത്തൻ പരീക്ഷണവുമായി കാസർഗോഡ് CPCRI. അച്ചാനൂർ കൊളവയിൽ പാടത്ത് ഡ്രോൺ ഉപയോഗിച്ച് ജൈവവളം തളിച്ചു. പുതിയ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്നതാണ് പരീക്ഷണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ചെഞ്ചിര കൊണ്ട് ജീവിക്കുന്ന ഒരു ഗ്രാമമുണ്ട് കാസർഗോഡ് ജില്ലയിൽ. അജാനൂർ കൊളവയിലാണ് നോക്കത്താ ദൂരത്ത് നീണ്ടുകിടക്കുന്ന ചീരപ്പാടം. ഒക്ടോബർ മാസം മുതലാണ് കൃഷി തുടങ്ങുന്നത്. പിന്നീട് 5 മാസത്തോളം നീണ്ടു നിൽക്കും.
പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി. കർഷകരിൽ പുതിയ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊളവയൽ പാടത്ത് CPCRI കൃഷി വിജ്ഞാൻ ശാസ്ത്രജ്ഞർ ഡ്രോൺ ഉപയോഗിച്ച് ജൈവവളം തളിച്ചത്. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ വേളയിൽ ലഭിക്കുന്ന ഫെർമി വാഷാണ് പച്ചക്കറി പാടത്ത് തളിച്ചത്. 6 മുതൽ 10 മിനിറ്റിനുള്ളിൽ 1 ഏക്കർ സ്ഥലത്ത് ഡ്രോൺ പരത്തി മരുന്ന് തെളിക്കാൻ പറ്റുമെന്നതാണ് പ്രധാന ഗുണം. 25 കിലോ ഭാരമുള്ള ഡ്രോണിന് 10 ലിറ്റർ മരുന്ന് വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഉയർന്ന മർദ്ദത്തിൽ സൂക്ഷ്മ കണികളിലായി വളം തളിക്കുന്നതിനാൽ വളത്തിന്റെ അളവ് കുറയ്ക്കാനുമാകും. ചെടികളുടെ തലപ്പിൽ നിന്ന് 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെ ഉയരത്തിലാണ് ഡ്രോൺ പരത്തി മരുന്ന് തളിക്കുന്നത്. പൂർണ്ണമായും ചാർജ് ചെയ്ത ബാറ്ററി ഉപയോഗിച്ച് 15 മിനിറ്റോളം ഡ്രോൺ പരത്താനാകും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് തൊഴിലാളി ലഭ്യത കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ അളവ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ വളത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കാനായിട്ടും നമുക്ക് ഈ ഒരു സ്പ്രേ ടെക്നോളജി കൊണ്ട് നമുക്ക് വളരെ സാധിക്കും. അപ്പോൾ മരുന്ന് സ്പ്രേ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും അത്രത്തോളം ആയിട്ടില്ല, പക്ഷെ നമുക്ക് ഇതുപോലുള്ള വളക്കൂട്ടുകൾ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളായിട്ടുണ്ട്. കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ മേധാവി ഡോക്ടർ മനോജ് കുമാർ, കൃഷി ശാസ്ത്രജ്ഞ ഡോക്ടർ ബെഞ്ചമിൻ മാത്യു, കിരൺ മൊയ്പത്ര, വാർഡംഗം ഷിജു മാഷ്, കെ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. രവി കൊളവയൽ സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തിയവർക്കെതിരെ പുരാവസ്തു വകുപ്പിന്റെ പരാതിയിലും കേസ്. കോട്ടയിലുണ്ടായ തീപിടുത്തത്തിൽ അന്വേഷണം ഊർജിതം. കുമ്പള ആരിക്കാടി കോട്ടയിലെ നിധിവേട്ട. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF പ്രതിഷേധം. കാസർഗോഡ് ഗസ്റ്റ് ഹൌസിൽ വനിതാ കമ്മീഷൻ ജില്ലാതല സിറ്റിംഗ് നടന്നു. വിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം. അശ്വമേധം ഭവന സന്ദർശന പരിപാടിയുടെ 6ാം ഘട്ടത്തിന് വ്യാഴാഴ്ച ജില്ലയിൽ തുടക്കമാകും. CPIM ജില്ലാ സമ്മേളനം. സീതാംകോടിയിൽ വർഗീയ വിപത്ത്, പ്രീണനം, പ്രതിരോധം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. NCPS വടക്കൻ മേഖലാ പ്രവർത്തക കൺവെൻഷൻ കാസർഗോഡ് നടന്നു. വർഗീയവാദികളുമായി കൂട്ടുചേരാൻ ഇടതുമുന്നണിയോ ഇന്ത്യ സഖ്യമോ വിടാൻ NCPSനെ കിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.